നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൊടികൾ കെട്ടുന്നതിനിടെ കോണിയിൽ നിന്ന് താഴെ വീണ് BJP പ്രവർത്തകൻ മരിച്ചു. അഴിമാവ് ഒറ്റാലി ശേഖരന്റെ മകൻ ശ്രീരംഗനാണ് മരിച്ചത്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പര്യടനത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളാണ് നടന്നിരുന്നത്. അഴിമാവിൽ നിന്നായിരുന്നു പര്യടനം ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ അലങ്കാരങ്ങൾ ഒരുക്കുന്നതിനിടെ ഇന്നലെ രാത്രിയാണ് സംഭവം. കോണിൽ നിന്ന് താഴെ വീണ ശ്രീരംഗനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനിടെ തനിക്ക് തൃശൂരിനെ വിട്ടുകളയാനാകില്ലെന്ന് പ്രതികരിച്ച് സുരേഷ് ഗോപി രംഗത്തെത്തി. തൃശൂരിൽ പ്രചാരണത്തിന് മുൻപന്തിയിൽ തന്നെയുണ്ട് സുരേഷ് ഗോപി. പണ്ടുകാലത്ത് VS-ന് വേണ്ടിയും കരുണാകരന് വേണ്ടിയും പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങിയ ആളാണ് ഞാൻ. അന്ന് എനിക്ക് വ്യക്തികളായിരുന്നു. പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് മാറാൻ മതിയായ കാരണങ്ങളുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു. സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെ: നമ്മുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്തു വെച്ചിട്ട് ആ സീനിലേക്ക് എത്തിക്കുന്നത് സിനിമയിലാണ്. ഇവിടെ രാഷ്ട്രീയത്തിൽ നമ്മൾ വാക്വത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ രാഷ്ട്രീയപരമായ ഭരണപരമായ മികവുകളും കുറവുകളും ഒരുപക്ഷെ ജനങ്ങളുടെ അതൃപ്തിയിലേക്ക് എത്തിയ വിഷയങ്ങളും. അവാർഡ് പ്രതീക്ഷ എന്നൊന്നുണ്ട് എങ്കിൽ അത് നിശബ്ദ പ്രചാരണത്തിൽ അന്ന് വരെ മനസ്സിലാക്കുകയാണ്. ആ പ്രതീക്ഷയുടെ അളവെടുപ്പിലാണ് ഒരു ഫെയർ ഐഡിയ കിട്ടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കോൺഫിഡൻസ് ഉണ്ട്. അവസാന വർഷം തൃശ്ശൂരുകാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിലും അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയുകയില്ല. അതിൽ രാഷ്ട്രീയ വക്രത ഉണ്ടായിരുന്നു. അങ്ങനെ കയറിക്കൂടിയ ആളെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നാണ് പറയാനുള്ളത്. മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ തന്നതാണ് കഴിഞ്ഞ വട്ടത്തെ വോട്ടുകൾ. തൃശ്ശൂരിന് വേണ്ടി ഞാൻ വന്നു, അന്ന് എനിക്ക് സാധ്യമായില്ല. അതിനുശേഷം ഞാൻ തൃശ്ശൂർ വിട്ടുപോയിട്ടില്ല. തിരുവനന്തപുരത്ത് അവിടെയുള്ള MP-യേക്കാൾ ഇടപെട്ടിട്ടുണ്ട്. അവിടെയുള്ള MP ഒരിക്കലും അതിനെ ചോദ്യം ചെയ്യുമെന്ന് തോന്നുന്നില്ല. രാഷ്ട്രീയപരമായി ചെയ്യുമായിരിക്കും. എനിക്ക് തൃശ്ശൂരിനെ വിട്ടുകളയാനാവില്ല. മുരളീധരന്റെ വർക്ക് ഫ്രം ഹോം പ്രസ്താവനയെക്കുറിച്ചും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഞാനൊരിക്കലും പത്മജിയുടെയോ മുരളിയേട്ടന്റെ വിഷയത്തെക്കുറിച്ച് കൂടുതലായൊന്നും പറയുന്നില്ല. അത് അവരുടെ കുടുംബ പ്രശ്നമാണ്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഫാൻ ബേസിന് ഇടിവൊന്നും ഉണ്ടായിട്ടില്ല. അത് കൂടുതൽ ശക്തമായിട്ടുണ്ട്. പക്ഷെ അവരോടൊക്കെയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഒരിക്കലും നിങ്ങൾ ചോദ്യം ചെയ്യരുതെന്ന്. എന്റെ രാഷ്ട്രീയത്തിന് പിന്നാലെ നിങ്ങൾ വരരുതെന്ന്. സിനിമയും രാഷ്ട്രീയവും രണ്ടാണെന്നും ഞാൻ പറഞ്ഞ കാര്യമാണ്. ഈ പ്രചാരണ പരിപാടിയിൽ പോലും അത് ഉണ്ടാകരുതെന്ന് കർശനമായി നിർദ്ദേശിച്ചിരുന്നു. എന്റെ കൂടെ ആരും വരണ്ട, പക്ഷെ വോട്ട് തരണം. അത് എനിക്കല്ല, രാഷ്ട്രീയത്തിന് വേണ്ടി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിന് മതിയായ കാരണമുണ്ടായിരുന്നു. അതൊക്കെ എന്റെ പുസ്തകങ്ങളിലൂടെ പറയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതിനിടെ കരുവന്നൂരിൽ താൻ നടത്തിയത് തൃശ്ശൂരുകാരുടെ സമരമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഒരു സമരത്തിന് അത് അവസാനിക്കില്ല. നിയമപരമായ നടപടികൾ ഒരു വശത്തുകൂടി വരുന്നുണ്ട്. ED അതിന്റെ വഴിക്ക് പോകും. അവരുടെ ജോലി അവർ കൃത്യസമയത്ത് ചെയ്യും. അതിൽ തങ്ങൾക്ക് ഇടപെടാൻ ആകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJP-ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പരസ്പരം ഡീലിൽ ഏർപ്പെട്ടവരാണ്. സഹകരണ പ്രസ്ഥാനങ്ങളെ ചങ്ങലക്കിടുന്ന വരച്ചവരെ നിർത്തുന്ന കാലം വരും. അതിന്റെ നിയമനിർമ്മാണത്തിനായി പാർലമെന്റിൽ ശബ്ദമുയർത്തുന്ന കേരളത്തിൽ നിന്നുള്ള MP ആയിരിക്കും ഞാൻ. അങ്ങനെ ആരും വിയർക്കാത്ത പണം കൊണ്ട് സുഖിക്കേണ്ട കാര്യമില്ല. അധ്വാനിച്ച് ഉണ്ടാക്കണം. ആധാർ കാർഡും പാൻ കാർഡും ഇല്ലാത്തവർക്ക് 15 കോടിയും 12 കോടിയും നൽകി. രാജ്യം അതിൽ ഇടപെടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.